കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടൽ. കള്ളാട് നിവാസികളുടെ 50 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെടൽ കള്ളാട് നിവാസികളുടെ 50 വർഷത്തെ കാത്തിരിപ്പിന് സാഫല്യം. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കീരമ്പാറ പഞ്ചായത്ത് 11-ാം വാർഡിൽ പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മുൻമന്ത്രി ടി.യു. കുരുവിള തുടക്കം കുറിച്ച ഫാം റോഡാണ് ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച നാടിന് സമർപ്പിച്ചത്. കള്ളാട് അയ്യപ്പൻമുടി നിവാസികൾക്ക് എളുപ്പത്തിൽ കീരമ്പാറ ടൗണിൽ എത്തിച്ചേരുന്നതിനും വിശാലമായ കൃഷിയിടങ്ങളിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വാഹനങ്ങൾ എത്തിക്കുന്നതിനും ഏക ആശ്രയമാണ് ഈ ഫാം റോഡ്. 6 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കൈവരികൾ സ്ഥാപിച്ച് മനോഹരവും സുരക്ഷിതവുമാക്കിയ കീരമ്പാറ കള്ളാട് റോഡ് നാട്ടുകാർ ഏറ്റെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ദാനി, റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, ജെയിംസ് കോറമ്പൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ, ടി.കെ. കുഞ്ഞുമോൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിജോ ആന്റണി, മഞ്ജു സാബു, മാമച്ചൻ ജോസഫ്, പി.കെ. വർഗീസ്, ബേസിൽ ബേബി, ലിസി ജോസഫ്, ഷാൻഡി ജോസ്, നേതാക്കളായ ആന്റണി ഒലിയപുരം, പി.സി. ജോർജ്, രാജു എബ്രഹാം, എം.എസ്. ശശി, എ.കെ. കൊച്ചുകുറു, വിജയ മത്തായി കുഞ്ഞ്, ജോർജ് ചങ്കമനാട്ട്, കെ.ടി. വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 50 വർഷക്കാലത്തെ കാത്തിരിപ്പിനാണ് ഇവിടെ വിരാമമാകുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ MLA-യുടെയും ഒക്കെ ഇടപെടൽ മൂലം കീരമ്പാറയും അതോടൊപ്പം തന്നെ കോതമംഗലം മുനിസിപ്പാലിറ്റിയെയും ബന്ധിപ്പിക്കുന്ന കീരമ്പാറ കള്ളാട് റോഡ് ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഒരു നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ ജനപ്രതിനിധികൾ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുകയും ആ പ്രദേശവാസികളുടെ വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. ഇവിടെ ജോമി സൂചിപ്പിച്ചു, പ്രദേശവാസിയായിട്ടുള്ള ജോർജ് ഏട്ടൻ ഉൾപ്പെടെയുള്ളവർ വലിയ പിന്തുണയാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തന വേളയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് ഈ റോഡിന്റെ കൂടി യാഥാർത്ഥ്യമാക്കാനുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെയും ഒക്കെ സഹകരണത്തോടുകൂടി ആ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ബ്ലോക്ക് പഞ്ചായത്ത്. 10 പഞ്ചായത്തുകളും ആദിവാസി മേഖല ഉൾപ്പെടുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഈ 14 ഡിവിഷനിലും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കീരമ്പാറ ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏവർക്കും പരിശോധിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ജോമി തെക്കേക്കരയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.